നമസ്കാരം. VMTV ന്യൂസിൻ്റെ ഒരു സ്പെഷ്യൽ ഇൻ്റർവ്യൂവിലേക്കാണ് നിങ്ങളെ ഈ നിമിഷം ഞങ്ങൾ കൊണ്ടുപോകുന്നത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിശിഷ്ട അതിഥി അഡ്വക്കേറ്റ് അനന്തകൃഷ്ണനാണ്. KSUവിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ്. നമസ്കാരം. അപ്പം എന്തായാലും ഞങ്ങളുടെ നിയമസഭാ ഇലക്ഷൻ സംജാതമായല്ലേ? തീർച്ചയായും തൊട്ടടുത്തായി മാസങ്ങൾ മാത്രമാണ്. അത് എങ്ങനെയുണ്ട് നമ്മുടെ ഇപ്പോൾ കോൺഗ്രസ് നിലവിൽ ഭരണത്തിൽ വരുമോ എന്നുള്ളൊരു ഇത്? കാരണം LDF പറയുന്നുണ്ട് 110 സീറ്റ് ഇപ്പോഴും ഹാട്രിക് അടിച്ച് ഭരണത്തിൽ വീണ്ടും വരുമെന്നാണ് LDFിൻ്റെ അഭിപ്രായം. എന്തായാലും KSUവിൻ്റെ പ്രമുഖ സ്ഥാനം വഹിക്കുന്ന അനന്തകൃഷ്ണൻ്റെ അഭിപ്രായത്തിൽ കോൺഗ്രസ് രണ്ടാമത് ഭരണത്തിൽ വരുമോ വരാതിരിക്കുമോ? തീർച്ചയായും കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ കേരളത്തിൽ UDFിൻ്റെ ഒരു ഗവൺമെൻറ് അധികാരത്തിൽ വരും എന്നുള്ള കാര്യത്തിന് യാതൊരു സംശയവുമില്ല. അതിൻ്റെ ഏറ്റവും വലിയ ഒരു ഉത്തമ ഉദാഹരണമാണ് നമ്മൾ ഈ കഴിഞ്ഞ മാസം കണ്ട തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന ലോക്കൽ ബോഡി ഇലക്ഷൻ എന്ന് പറയുന്നത്. ലോക്കൽ ബോഡി ഇലക്ഷനിൽ കേരളത്തിൽ മുൻകാലങ്ങളിലൊക്കെ അപേക്ഷിച്ച് UDFിന് വളരെ ഉജ്ജ്വലമായ ഒരു വിജയം സമ്മാനിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് വളരെ ശ്രദ്ധേയമായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം 2010 ലോക്കൽ ബോഡി ഇലക്ഷൻ നമ്മൾ പരിശോധിച്ചാലും 2020 നടന്ന ലോക്കൽ ബോഡി ഇലക്ഷൻ നമ്മൾ പരിശോധിച്ചാലും അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ടുള്ള ഒരു തരംഗം ഈ 2025 ലോക്കൽ ബോഡി ഇലക്ഷനിൽ ഉണ്ടായി എന്നുള്ളത് UDFിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഒരു ആത്മവിശ്വാസം നൽകുന്ന ഒരു തെരഞ്ഞെടുപ്പ് റിസൾട്ടാണ് ഇവിടെ സംഭവിച്ചത്. അപ്പോൾ തീർച്ചയായും അതുകൊണ്ട് തന്നെ താങ്കൾ സൂചിപ്പിച്ചതുപോലെ 2026 കേരള നിയമസഭയിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ UDFിന് ഉജ്ജ്വല വിജയം ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. പക്ഷേ LDF അതിനെക്കുറിച്ച് പറയുന്നതെന്ന് പറഞ്ഞാൽ സാധാരണ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ LDFിന് സീറ്റ് കുറഞ്ഞിരുന്നാലും തന്നെ അധികാരത്തിൽ വരുമെന്നാണ് പ്രമുഖ രാഷ്ട്രീയക്കാരായ LDFകാരുടെ അഭിപ്രായം. അതിനെക്കുറിച്ച് അതേക്കുറിച്ച് പറയുമ്പോൾ ഇവിടെ LDFിൻ്റെ നേതാക്കന്മാർ തന്നെ കാലാകാലങ്ങളായി സംസാരിക്കുന്ന ഒരു കാര്യമാണ്. ലോക്കൽ ബോഡി ഇലക്ഷനിൽ LDFിന് പൊതുവെ വിജയം ഉണ്ടാകാറുണ്ട് എന്ന് LDFിൻ്റെ നേതാക്കന്മാർ തന്നെ അപ്പോൾ സ്വാഭാവികമായി അവരങ്ങനെ ഒരു പ്രചരണം നടത്തുന്ന സാഹചര്യത്തിൽ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ഇപ്പോൾ CPMൻ്റെ കോട്ടയം എന്നറിയപ്പെടുന്ന കണ്ണൂർ ജില്ലയിലെ കണ്ണൂർ കോർപ്പറേഷൻ ഭരിക്കുന്നത് UDF ആണ്. അതുപോലെ ഇപ്പോൾ CPMൻ്റെ കേന്ദ്രങ്ങൾ CPM വർഷങ്ങളായി ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഉണ്ടായ കാലം മുതൽ നടന്നിട്ടുള്ള തെരഞ്ഞെടുപ്പുകൾ പരിശോധിച്ചാൽ കാലാകാലങ്ങളായി CPM വിജയിക്കുന്ന പല വാർഡുകളും കോൺഗ്രസ് വിജയിക്കുന്ന സാഹചര്യം ഉണ്ടായി. അപ്പോൾ അത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം UDFിനെ സംബന്ധിച്ചിടത്തോളം അതൊരു വളരെ ഉജ്ജ്വലമായിട്ടുള്ളൊരു വിജയം തന്നെയാണെന്നുള്ള അഭിപ്രായമാണ് എനിക്ക് പറയാനുള്ളത്. പക്ഷെ പൊതുവേ നമ്മുടെ ജനങ്ങളുടെ ഇടയിലുള്ളൊരു ധാരണ എന്ന് പറഞ്ഞാൽ നമ്മുടെ കോൺഗ്രസ് പാർട്ടിയിൽ ഓൾറെഡി ഗ്രൂപ്പിസം ഉണ്ട് എന്നുള്ളതാണ്. അതിനെക്കുറിച്ച് അനന്തകൃഷ്ണന്റെ അഭിപ്രായം എന്താണ്? അങ്ങനെയുള്ള ഒരു വേർതിരിവ് കോൺഗ്രസിനകത്തില്ല. അത് നിങ്ങൾ മാധ്യമ സൃഷ്ടിയാണ്. ഞങ്ങളുടെ മാത്രമല്ല ജനങ്ങളുടെ അഭിപ്രായം. ഇപ്പോ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിൽ എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഒരു പാർട്ടി എന്ന ഒറ്റ വികാരത്തോടുകൂടി മുന്നോട്ട് പോകുന്ന ഒരു സംവിധാനമാണ് കോൺഗ്രസിനകത്തുള്ളത്. ഞങ്ങളിൽ അങ്ങനെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. ഇത് നിങ്ങൾ മാധ്യമ സൃഷ്ടിയാണെന്ന് മാത്രമേ എനിക്ക് അവസരത്തിൽ പറയാനുള്ളൂ. അല്ലാതെ എല്ലാം തീർച്ചയായിട്ടും അത് ഇതിനു മുമ്പ് നടന്നിട്ടുള്ള തെരഞ്ഞെടുപ്പുകളായിരുന്നാലും ശരി, ഇതിനകത്തുള്ള പാർട്ടിയുടെ പുനഃസംഘടനകളായിരുന്നാലും ശരി, അതിന് മുൻകാലങ്ങളിൽ നിന്നൊക്കെ ഒരുപാട് വ്യത്യസ്തമായി ഒരു ജനാധിപത്യ രീതിയിലുള്ള വളരെ ക്രിയാത്മകമായിട്ടുള്ള രീതിയിലാണ് സംഘടന മുന്നോട്ട് പോകുന്നതെന്നുള്ളത് അതൊരു സംശയമില്ല. വളരെ സിസ്റ്റമാറ്റിക്കാണ്. ഇപ്പോൾ നമ്മുടെ നേതൃത്വം KPCC നേതൃത്വമായിരുന്നാലും ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വമായിരുന്നാലും ഒക്കെ വളരെ ക്രിയാത്മകമായ രീതിയിൽ ഇപ്പോൾ ഒരു പുതിയ തലമുറയ്ക്ക് ന്യൂ ജനറേഷന് പാർട്ടിയിൽ വളരെ വളരെ അട്രാക്ട് ചെയ്യുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളുമായിട്ടാണ് കോൺഗ്രസ് പാർട്ടി മുന്നോട്ട് പോകുന്നത്.
താങ്കളുടെ രാഷ്ട്രീയ ജീവിതത്തിനിടയിലാണ് താങ്കൾ ഹൈക്കോടതി അഡ്വക്കറ്റ് ആയത്. അപ്പോൾ ഇപ്പം സമാന കേസിൽ പ്രതിയായ ഒരു വ്യക്തി താങ്കളുടെ പാർട്ടിയുടെ MLA കൂടിയാണ് നമ്മുടെ രാഹുൽ മാങ്കൂട്ടം. അപ്പോൾ രാഹുൽ മാങ്കൂട്ടം സമാന കേസിലാണ് പ്രതി. അത് നമ്മുടെ ഇലക്ഷനെ ബാധിക്കുമോ? നമ്മൾ CPM എന്ന് പറയുന്ന അല്ലെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി, മാർക്സിസ്റ്റ് പാർട്ടി പോലുള്ള രാഷ്ട്രീയ പാർട്ടികൾ ഇത്തരത്തിലുള്ള കേസുകളിൽ അവരുടെ നേതാക്കന്മാരെ പ്രതികളാവുന്ന സാഹചര്യത്തിൽ എടുക്കുന്ന സമീപനമല്ല, ഞങ്ങളുടെ പാർട്ടി കോടതികളിൽ തീരുമാനിക്കുന്ന നടപടികളല്ല കോൺഗ്രസ് പാർട്ടി സ്വീകരിച്ചിട്ടുള്ളത്. വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആണ്. പാർട്ടി കൃത്യമായി അത്തരത്തിലൊരു ആളിനെതിരെ ഒരു ആരോപണം വരുമ്പോൾ, ഇപ്പോൾ നിലവിൽ ആരോപണം എന്ന് മാത്രമേ പറയാം, സ്വാഭാവികമായും അതിൽ ആ കേസിൻ്റെ അന്തിമ വിധി വന്നിട്ടില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് ആരോപണം വരുമ്പോൾ തന്നെ കൃത്യമായി മാറ്റി നിർത്തിക്കൊണ്ട് അച്ചടക്ക നടപടി സ്വീകരിച്ചുകൊണ്ട് ഞങ്ങൾ മുന്നോട്ട് പോയിട്ടുള്ള സമീപനമാണ് കോൺഗ്രസ് പാർട്ടി എടുത്തിട്ടുള്ളത്. അല്ലാതെ ഈ പറയുന്ന രീതിയിൽ പാർട്ടി കോടതികൾ അന്വേഷിക്കുമെന്നോ അല്ലെങ്കിൽ പാർട്ടി ഓഫീസിൽ വിളിച്ചു വരുത്തി ഒത്തുതീർപ്പുണ്ടാക്കുന്ന സമീപനമൊന്നും കോൺഗ്രസ് പാർട്ടിക്കില്ല. ഈ കഴിഞ്ഞ ദിവസം ഒരു പാർട്ടി നേതൃത്വത്തിന് ഒരു പരാതി ഒരു ആളുടെ ഭാഗത്തുനിന്ന് വന്നപ്പോൾ കൃത്യമായി ആ പരാതി DGPക്ക് അയക്കുന്ന സാഹചര്യം, ആ പരാതി അപ്പോൾ തന്നെ APC നേതൃത്വം ഫോർവേഡ് ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ ആ രീതിയിലൊക്കെ വളരെ പരാതികൾ വന്ന് എന്ത് പ്രശ്നം ഉണ്ടായിരുന്നു അത് വളരെ നിയമപരമായ രീതിയിൽ, ജനാധിപത്യപരമായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളത് മാത്രമാണ് കോൺഗ്രസ് കാലാകാലങ്ങളായി എടുത്തിട്ടുള്ളത്. ഇനി എടുക്കുന്ന സമീപനവും അങ്ങനെയൊക്കെ തന്നെയാണെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അദ്ദേഹം SIT അന്വേഷണം കൊണ്ട് ഇതിനൊരു തൃപ്തികരമായ ഒരു ഇത് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നുള്ളൂ താങ്കൾ? എന്താണ് SIT അന്വേഷണം? SIT ആണ് ഇപ്പൊ ഈ ഒരു കേസ് അന്വേഷിക്കുന്നത്. നമ്മുടെ അദ്ദേഹത്തിന്റെ മുഖ്യമന്ത്രിയുടെ സെക്ഷനിൽ വരുന്ന ഒരു പോലീസ് ഡിപ്പാർട്ട്മെന്റ് ആണത്. അപ്പൊ അവരാണ് ഈ കേസ് അന്വേഷിക്കുന്നത്. അപ്പൊ ഇതിന് യഥാർത്ഥമായ ഇതിന്റെ ഉറവിടം അല്ലെങ്കിൽ യഥാർത്ഥ പ്രതികളിൽ ചെന്ന് എത്താൻ വേണ്ടി സഹായിക്കുമെന്ന് താങ്കൾക്ക് തോന്നുന്നു? അല്ല, പ്രതികളിലേക്ക് എത്തുമ്പോൾ, SIT അന്വേഷണത്തിൽ പ്രതികളിലേക്ക് എത്തുമ്പോൾ അത് ഈ പറയുന്ന CPMന്റെ നേതാക്കന്മാരിലേക്കല്ലേ എത്തുന്നത്. ഇപ്പോൾ CPMന്റെ മുൻ MLA ആയിട്ടുള്ള ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്ന പത്മകുമാർ, ദേവസ്വം ബോർഡിൻ്റെ മുൻ അംഗങ്ങൾ, അവർക്കെതിരെയൊക്കെ വാസു, അതുപോലെ ദേവസ്വം ബോർഡിൻ്റെ മുൻ അംഗമായിട്ടുള്ള മറ്റൊരംഗം ശങ്കർദാസ് എന്ന് പറയുന്ന മറ്റൊരംഗം, അദ്ദേഹത്തിൻ്റെ പേരിലും അന്വേഷണം വരുന്നു. സ്വാഭാവികമായും കഴിഞ്ഞ ദിവസം തന്ത്രി തന്നെ ഇല്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ അന്വേഷണത്തിലേക്ക് വരുമ്പോൾ അത് CPM നേതാക്കന്മാരിലേക്ക് തന്നെ പോകുന്നു എന്നുള്ളത്. നടക്കുന്ന അന്വേഷണം ജെന്യൂൻ ആയിട്ടാണ് എന്നാണ് താങ്കളുടെ അഭിപ്രായം? അന്വേഷണം ഇതിലും ജെന്യൂൻ ആണെന്നുള്ളതല്ല, ഇതിനകത്ത് ഇനിയും പ്രതിപക്ഷ നേതാവ് പലതവണയും പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ SIT അന്വേഷണത്തിന്റെ ഭാഗമായി ഈ പറയുന്ന യഥാർത്ഥ പ്രതികളെ വെളിച്ചത്ത് കൊണ്ടുവരാൻ പറ്റൂല എന്നുള്ളത് പല രീതിയിലും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതാണ് ഞാൻ ചോദിക്കുന്നത്, SIT ഈ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനാണോ താങ്കളുടെ പാർട്ടിക്ക് അല്ലെങ്കിൽ താങ്കൾക്ക് ഇഷ്ടം, അല്ലെങ്കിൽ ഇതിന്റെ യഥാർത്ഥ പ്രതികളെ? യഥാർത്ഥ പ്രതികളിലേക്ക് ഇനി ഇതിനകത്ത് സ്വാഭാവികമായും അന്ന് ദേവസ്വം ബോർഡ് ഭരണം കൈയാളിയിരുന്ന അന്നത്തെ ദേവസ്വം ബോർഡിന്റെ മന്ത്രിക്കെതിരെ അന്വേഷണം വരേണ്ടതാണ്. അതിൽ ആരെങ്കിലും അതിനകത്ത് കുറ്റക്കാരായിട്ടുണ്ടെങ്കിൽ അവരെല്ലാം നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരണമെന്നുള്ള അഭിപ്രായമാണുള്ളത്. അതിൽ ഇനി പറയുന്ന രീതിയിൽ ഇപ്പോൾ CPMന്റെ നേതാക്കന്മാരായിക്കോട്ടെ, അല്ലെങ്കിൽ ഈ പറയുന്ന അവിടുത്തെ പൂജാകർമ്മങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന മറ്റാരെങ്കിലും ആയിക്കോട്ടെ, അവരൊക്കെ നിയമത്തിൻ്റെ മുന്നിലേക്ക് കൊണ്ടുവരണം. നിയമപരമായിട്ട് കൃത്യമായിട്ടുള്ള ക്രിയാത്മകമായിട്ടുള്ള അന്വേഷണം നടത്തിക്കൊണ്ട് കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിച്ചുകൊണ്ട് അവരെ നിയമത്തിന്റെ മുന്നിലേക്ക് കൊണ്ടുവരണമെന്നുള്ള അഭിപ്രായം മാത്രമാണ്. എന്തായാലും താങ്കൾ ഇന്നിപ്പം ഇത് നമ്മുടെ രാപ്പകൽ സമരത്തിന്റെ ആ വേദിയിൽ നിന്നാണ് ഞങ്ങളുടെ ഈ ഒരു പ്രോഗ്രാമിന് ഇവിടെ എത്തിയത്. അപ്പോൾ ഇന്നത്തെ ആ ഒരു സമരത്തിന്റെ യഥാർത്ഥ എന്താണ് ആ സമരത്തിന്റെ ഉദ്ദേശ ലക്ഷ്യം? അത് നമ്മുടെ കേന്ദ്ര ഗവൺമെന്റിന്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ പ്രതികരിച്ചുകൊണ്ട് നമ്മുടെ മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതി, ആ മഹാത്മാഗാന്ധി അത് എനിക്കൊരു സംശയം, മാന്യ പ്രേക്ഷകർക്ക് ഒരു സംശയമുണ്ട്. യഥാർത്ഥത്തിൽ ഈ ഒരു പദ്ധതി കൊണ്ടുവന്നത് ആരാണ്? കോൺഗ്രസ് UPA ഗവൺമെന്റ് കാലത്ത് കൊണ്ടുവന്ന മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതി. നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ നാമധേയത്തിലുള്ള ആ തൊഴിലുറപ്പ് പദ്ധതിയെ
എന്താണ് കാവ്യവൽക്കരിക്കുന്നതിന് വേണ്ടി RSS സംഘപരിവാർ ശക്തികൾ ശ്രമിക്കുമ്പോൾ അതിനെതിരെ രാജ്യവ്യാപകമായി പാർലമെന്റിൽ നമ്മുടെ എല്ലാം പ്രിയങ്കരായ നേതാവ് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ രാജ്യമെമ്പാടുമുള്ള പ്രതിഷേധവുമായി മുന്നോട്ട് പോകുന്നു. കോൺഗ്രസ് പ്രസിഡന്റ് ശ്രീ മല്ലികാർജുൻ ഖാർഗെജിയുടെ നേതൃത്വത്തിൽ വളരെ ക്രിയാത്മകമായ രീതിയിൽ രാജ്യത്തൊട്ടാകെ കോൺഗ്രസ് ഇത്തരത്തിലുള്ള സമരപരിപാടികളുമായി മുന്നോട്ട് പോകുന്നതിന്റെ ഭാഗമായി നമ്മുടെ സംസ്ഥാനത്ത് രാജ്ഭവന് മുന്നിലടക്കം ഇപ്പോൾ സമരം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായും ഇത്തരത്തിൽ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം കൊടുത്തിട്ടുള്ള രാജ്യത്തിൻ്റെ രാഷ്ട്രപിതാവിനെയും സ്വാതന്ത്ര്യ സമര സേനാനികളെയും ഒക്കെ ഒഴിവാക്കിക്കൊണ്ട് അവരുടെ എല്ലാം പ്രസക്തിയെ ഇല്ലാതാക്കിക്കൊണ്ട് അവിടെ ഈ പറയപ്പെടുന്ന സ്വാതന്ത്ര്യ സമരത്തെ ഒറ്റുകൊടുത്തിട്ടുള്ള RSSന്റെ നേതാക്കന്മാരുടെ നാമധേയങ്ങൾ ഉയർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളുമായി ഇവിടുത്തെ RSS സംഘപരിവാർ ശക്തികൾ മുന്നോട്ട് വരുമ്പോൾ അതിനെതിരെ പ്രതിരോധം തീർത്തുകൊണ്ട് അതായത് ഈ രാജ്യത്തിൻ്റെ ഒരു പൈതൃകമാണ്. ഈ രാജ്യത്തിൻ്റെ ഈ രാജ്യത്തെ ബ്രിട്ടീഷ് അധിനിവേശ ശക്തികളിൽ നിന്ന് ഈ രാജ്യത്തെ സ്വാതന്ത്ര്യമാക്കുന്നതിന് വേണ്ടിയിട്ട് നേതൃത്വം കൊടുത്തിട്ടുള്ള നമ്മുടെ സ്വാതന്ത്ര്യ സമര സേനാനികളടക്കമുള്ള നമ്മുടെ രാഷ്ട്രപിതാവിനെ അടക്കം ഇല്ലായ്മ ചെയ്യുമ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ച് അവരുടെ നാമധേയ ഉള്ള പദ്ധതികളെ ഇല്ലായ്മ ചെയ്യുമ്പോൾ സ്വാഭാവികമായും കോൺഗ്രസിന് നോക്കി നിൽക്കാൻ കഴിയില്ല. അപ്പോൾ ഈ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ഇവിടെ കോൺഗ്രസ് ഗവൺമെന്റ് കൊണ്ടുവന്നു. അപ്പോൾ ആ തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം എത്ര പാവപ്പെട്ട ആളുകൾക്കാണ് അവർക്ക് അവരുടെ ഉപജീവന മാർഗത്തിന് ഒരു അത്താണിയാകാൻ കഴിഞ്ഞത്. പദ്ധതിയല്ലേ? ആ പദ്ധതിയെ പോലും ഇല്ലാതാക്കുന്ന സമീപനങ്ങൾ ഉണ്ടായാൽ സ്വാഭാവികമായും പ്രതിഷേധങ്ങൾ ഉണ്ടാവും, പ്രതികരണങ്ങൾ ഉണ്ടാവും. അപ്പൊ യഥാർത്ഥത്തിൽ അതിപ്പം LDFന്റെ ആവശ്യം അല്ലെങ്കിൽ LDF പറയുന്നതെന്ന് പറഞ്ഞാൽ ഈ തൊഴിലുറപ്പ് പദ്ധതി ഞങ്ങൾക്കുള്ളതാണ്, ഞങ്ങൾക്കുള്ളത് എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് താങ്കളുടെ ചോദ്യം. കേരളത്തിൽ മാത്രമുള്ള ഒരു പ്രാദേശിക രാഷ്ട്രീയ പാർട്ടി ആയിട്ടുള്ള ഒരു പ്രസ്ഥാനം പറയുകയാണ് ഈ ദേശീയ തലത്തിൽ കോൺഗ്രസ് കൊണ്ടുവന്ന പദ്ധതികൾ അവരുടെ പദ്ധതികളാണെന്ന്. അങ്ങനെയുള്ള പദ്ധതികൾ അങ്ങനെ പറഞ്ഞതായിട്ട് ഞാൻ എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. അല്ല, ഞങ്ങളുടെ പല മാധ്യമങ്ങളിലും ഇങ്ങനെ പറയുന്നതായിട്ട് ഞങ്ങൾ താങ്കളുടെ ചോദ്യം ചോദിച്ചത്. അല്ല, ഇത് എന്റെ ശ്രദ്ധയിൽ അങ്ങനെ ഒരു വാർത്ത ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. പക്ഷെ അങ്ങനെ അവരങ്ങനെ അഭിപ്രായം പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായും അത് തീർച്ചയായും തെറ്റാണ്. കോൺഗ്രസ് UPA ഗവൺമെന്റ് കാലത്താണ് ഈ പറയപ്പെടുന്ന ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി എന്ന് പറയുന്ന രാജ്യത്തെ ദാരിദ്ര്യ നിർമ്മാർജ്ജനം നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു മഹത്തായ പദ്ധതിയുടെ ഗവൺമെന്റ്, കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള UPAയുടെ ഗവൺമെന്റ് ആണ് അത്തരത്തിലുള്ള ഒരു പദ്ധതി കൊണ്ടുവന്നത്. അതേപോലെ തന്നെ ഇപ്പൊ ജനങ്ങൾ പറയുന്ന അല്ലെങ്കിൽ എല്ലാവരും ഇതായിട്ട് കാണുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഒരുപാട് വർഷം കൊണ്ട് പ്രവർത്തിക്കുന്ന പ്രവർത്തകരെ ഓൾറെഡി സ്ഥാനാർത്ഥിത്വം നൽകാതെ പുതിയ സിനിമാ താരങ്ങളെ ഉൾപ്പെടെ കോൺഗ്രസിലോട്ട് കൊണ്ടുവരാൻ ശ്രമിക്കുന്നതായി ഞങ്ങൾക്ക് തോന്നുന്നുണ്ട്. അതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത്? അല്ല, അതൊക്കെ ഈ വാർത്തകൾ മാത്രമാണ്. അതിനൊക്കെയുള്ള ചർച്ചകളൊന്നും നടന്നിട്ടുണ്ടോ ഇല്ലയെന്നുള്ളത് പോലും വ്യക്തമല്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് അതൊക്കെ ഒരു പുറത്തുനിന്ന് ആളുകൾ ഇറക്കുന്ന ഓരോ ചില ഏരിയകളിൽ നിന്ന് വരുന്ന ചില ചെറിയ വാർത്തകളാണ്, ആളുകൾ ഇറക്കുന്ന ഓരോരോ വാർത്തകളാണ്. അതിലൊന്നും പ്രതികരിക്കാൻ ഞാനില്ല. കാര്യം അങ്ങനെയൊന്നും ഒരു ഒഫീഷ്യലായിട്ട് ഒരു ഡിക്ലറേഷൻ ഇതുവരെ പാർട്ടിയുടെ ഭാഗത്തുനിന്നും വന്നതായിട്ട് അറിയുന്നില്ല. അപ്പോൾ സ്വാഭാവികമായി എങ്ങനെയാണ് അതിലൊക്കെ പ്രതികരിക്കാൻ കഴിയുന്നത്? അല്ല, അത് പൊതുവേ എന്ന് പറയുമ്പോൾ നമ്മുടെ ഇപ്പം താങ്കളെ സംബന്ധിച്ചും താങ്കൾ നിരവധി സമരമുറകളിലൂടെ മുന്നോട്ട് പോയ ഒരാളാണ്. തീർച്ചയായും പല സ്ഥലത്തും താങ്കൾക്ക് പോലീസിൽ നിന്ന് ശക്തമായ പ്രഹരങ്ങൾ ഏറ്റിട്ടുണ്ട്. ഇതിക്ക് വേണ്ടി ഇങ്ങനെ കഷ്ടപ്പെടുന്ന നിങ്ങൾക്ക് ഒരു പ്രാതിനിധ്യം നൽകണ്ടേ എന്നാണ് എൻ്റെ ചോദ്യം. അല്ല, അതൊക്കെ പാർട്ടിയാണ് അത്തരം കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത്. അതൊന്നും നമ്മളങ്ങനെ ഒരു വ്യക്തിപരമായിട്ടൊരു അഭിപ്രായം പറയുന്ന അങ്ങനെ വ്യക്തിപരമായിട്ടുള്ള എൻ്റെ കാര്യങ്ങളിൽ നിന്നും ഞാൻ അഭിപ്രായം പറയുന്നത് ശരിയല്ല. അതിനെക്കുറിച്ചൊന്നും നമ്മൾ ചിന്തിക്കുന്ന കാര്യം പോലുമില്ല. അത്തരം കാര്യങ്ങൾ പാർട്ടി നേതൃത്വം പറയേണ്ട കാര്യങ്ങളാണ്. അതിനെപ്പറ്റിയൊന്നും ഒരു വലിയ പ്രവർത്തകനായിട്ട് നിങ്ങൾ പറയുന്ന അഭിപ്രായം എന്ന് പറഞ്ഞാൽ പാർട്ടി പറയുന്നതിനപ്പുറത്ത് എനിക്ക് മറ്റു കാര്യങ്ങളില്ല. എങ്കിലും ഞാൻ അവസാനമായി ഒരു ചോദ്യം ചോദിക്കുകയാണ്. താങ്കൾക്ക് ഒരു MLA സ്ഥാനാർത്ഥിയായ ഒരു സീറ്റ് കിട്ടിയാൽ താങ്കൾ മത്സരിക്കുമല്ലോ? അതൊക്കെ പാർട്ടി തീരുമാനിക്കേണ്ട കാര്യം. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഞാൻ എങ്ങനെ അഭിപ്രായം പറയുന്നത്?
അതൊക്കെ സ്വാഭാവികമായും പാർട്ടി എന്നോട് പറയുന്നു എന്താണ് ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണമെന്ന് പാർട്ടി ആവശ്യപ്പെട്ടാൽ പാർട്ടി അത് ആവശ്യപ്പെടുന്ന സമയത്ത് നമുക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാം. ഇപ്പോൾ അതിനെക്കുറിച്ച് സംസാരിക്കാൻ ഞാൻ ഓക്കെ. എന്തായാലും ഞാനൊരു ചോദ്യം കൂടെ ചോദിക്കട്ടെ. നമ്മുടെ ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് എത്ര സീറ്റ് കിട്ടുമെന്നാണ് താങ്കളുടെ ഒരു പൊതുവേ ഉള്ള ഒരു സർവേ അനുസരിച്ച് താങ്കളുടെ അഭിപ്രായം? അല്ല, അത് കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞല്ലോ, നമ്മൾ 100 സീറ്റിന് പുറത്ത് പിടിക്കുമെന്നുള്ള കാര്യത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിലുള്ള നമ്മുടെ പ്രതികരണങ്ങൾ, നമ്മുടെ നേതാക്കന്മാരുടെ പ്രതികരണങ്ങളൊക്കെ കണ്ടു. സ്വാഭാവികമായിട്ടും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വളരെ 100% ആത്മവിശ്വാസമുള്ള ഒരു തെരഞ്ഞെടുപ്പാണ്. വിജയത്തിൻ്റെ കാര്യത്തിൽ 100% ആത്മവിശ്വാസമുള്ള ഒരു തെരഞ്ഞെടുപ്പാണ് 2026 വരാൻ പോകുന്ന ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് എന്നുള്ള കാര്യത്തിൽ ഞാൻ തുടക്കം മുതൽ പറയുന്ന കാര്യത്തിൽ ഞാൻ ഉറച്ചു നിൽക്കുന്നു. വളരെ ഒരു 100% ഒരു ആത്മവിശ്വാസം നൽകുന്ന തെരഞ്ഞെടുപ്പ്. ഓക്കെ. അതിപ്പോ പൊതുവെ നമ്മുടെ പ്രതിപക്ഷ നേതാവിനെ കുറിച്ച് എന്താണ് അഭിപ്രായം? തീർച്ചയായും കേരളത്തിൽ വളരെ ക്രിയാത്മകമായ രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു പ്രതിപക്ഷമാണ് ഇപ്പോൾ ഉള്ളത്. ഇപ്പോൾ എന്താണ് സാധാരണക്കാർക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ നിയമസഭയിൽ ചൂണ്ടിക്കാണിക്കുന്ന കാര്യങ്ങളിലായിരുന്നാലും, സാധാരണക്കാരുടെ എന്താണ് യുവാക്കളുടെ പ്രശ്നങ്ങൾ, വിദ്യാർത്ഥികളുടെ പ്രശ്നങ്ങൾ, ദുരിതമനുഭവിക്കുന്നവൻ്റെ പ്രശ്നങ്ങൾ, മത്സ്യത്തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ, മറ്റ് തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ, കർഷക തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ, അങ്ങനെയുള്ള എല്ലാ മേഖലയിലുള്ള നാനാ മേഖലയിലുള്ള ആളുകളുടെയും അവകാശ പോരാട്ടത്തിന് വേണ്ടിയിട്ട് സർക്കാരിൽ നിന്ന് അവർക്ക് അവകാശങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന വളരെ ക്രിയാത്മകമായിട്ടുള്ള പ്രതിപക്ഷമാണ്. ഭരണപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന കൊള്ളരുതായ്മകൾ കൃത്യമായ രീതിയിൽ ക്രിയാത്മകമായ രീതിയിൽ ചൂണ്ടിക്കാണിക്കുന്ന ഒരു ഉജ്ജ്വല പ്രതിപക്ഷം തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണം. ഇനി ഞാൻ താങ്കളുടെ ഒരു ചോദ്യം. താങ്കൾ ഒരു രാഷ്ട്രീയക്കാരനായിരുന്നു, ഇപ്പോഴും ആണ്. അപ്പോൾ ഈ അഡ്വക്കേറ്റ് ജീവിതത്തിലോട്ട് പോയതിന് ശേഷം അതിൻ്റെ ഒരു വ്യത്യാസം എങ്ങനെയാണ്? അല്ല, അത് എൻ്റെ ഒരു ജോലിയാണ്, ഉപജീവന മാർഗമാണ്. അതിനോടൊപ്പം രാഷ്ട്രീയ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നുള്ളത്. അപ്പോൾ ഹാപ്പിയാണ് ആ കാര്യത്തിൽ അല്ലേ? എന്തായാലും VMTVയുടെ ഈ ഒരു സ്പെഷ്യൽ ഇൻ്റർവ്യൂവിൽ ഇത്രയും സമയം, ഈ വിലപ്പെട്ട സമയം നമുക്കൊപ്പം ചെലവാക്കിയതിന് VMTV ന്യൂസിൻ്റെ 1000 നന്ദി ഞങ്ങൾ രേഖപ്പെടുത്തുന്നു. എന്തായാലും ഞങ്ങളുടെ ഈ പ്രോഗ്രാം ഇവിടെ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.